സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഏതൊരു മനുഷ്യരിലും സ്വാഭാവികമായ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അത് എല്ലാം നമ്മുടെ അവകാശമാണ്. സന്തോഷകരവും സുതാര്യവുമായ അനുഭവങ്ങളിൽ കൂടിയാണ് ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ മനുഷ്യന് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീഡം അനുഭവിക്കാൻ മനുഷ്യന് സാധിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ നാം ചെലുത്തുന്ന നിയന്ത്രണം നമ്മുടെ പങ്കാളിക്ക് ഭാരമായി തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെയൊരു നിയന്ത്രണം ഉണ്ടെങ്കിൽ ഞാനും ഒരു നിയന്ത്രിത ബന്ധത്തിലാണോ എന്നും ചിന്തിക്കേണ്ടതായിരിക്കുന്നു. നിയന്ത്രിത ബന്ധങ്ങളിൽ ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്തിലൂടെ മറ്റൊരാളെ സ്വന്തം ആവശ്യങ്ങളും തീരുമാനങ്ങളും നടത്തപ്പെടുന്ന രീതി കാണാൻ സാധിക്കാറുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃത്രിമത്തിലൂടെ ആണോ എന്നാണ്. വേറൊരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ജീവിതം മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ആളുകൾ പങ്കാളിയുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളിൽ ഒരു പങ്കാളിയെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളൊരു നിയന്ത്രിത ബന്ധങ്ങളിലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ചില കാരണങ്ങൾ പറയാം. കുടുംബങ്ങളുമായോ സുഹൃത്തുക്കളുമായോ സമയം ചിലവഴിക്കുന്നത് ഒരു നിയന്ത്രിത പങ്കാളി പതിവായി നിരുത്സാഹപ്പെടുത്തും. അല്ലെങ്കിൽ അവർ പറയും, അവർ മോശക്കാരാണ്, അല്ലെങ്കിൽ നീ അധികം സംസാരിക്കണ്ട, അവരുമായി ഒത്തുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം ഒരു സ്നേഹത്തിന്റെ ഭാഷയാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ബന്ധങ്ങളിൽ പരസ്പരം സംസാരിക്കാനും ആസ്വദിക്കാനും സന്തോഷിക്കുവാനുമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാവണം. ചില വ്യക്തികൾ പ്രിയപ്പെട്ടവരുമായി നമ്മൾ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ പേരിലും അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന്റെ പേരിൽ കളിയാക്കപ്പെടുന്നതായി കാണാറുണ്ട്. ഇതെല്ലാം ഒരു നിയന്ത്രിത ബന്ധങ്ങളിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണെന്ന് തിരിച്ചറിയണം. പതിവായി വിമർശനങ്ങൾ സഹിക്കേണ്ടി വരാറുണ്ട്. ചെയ്യുന്ന ഏത് കാര്യത്തിനും നിസ്സാരമായ വീഴ്ചകൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് നമ്മളെ ബോധവാന്മാർ ആക്കുകയും ചെയ്യും. ഒരു കാര്യവും അംഗീകരിക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും വിമർശിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് പതിവായി ഇത്തരത്തിലുള്ള ആളുകളിൽ കാണാറുണ്ട്. പങ്കാളിയെ നിയന്ത്രിക്കുന്നതോടൊപ്പം സ്വയം സന്തോഷിക്കുവാനും അവരിൽ നിന്ന് ബഹുമാനം നേടിയെടുക്കുന്നതിനു വേണ്ടിയും എല്ലാ കാര്യങ്ങളും നാം മാറ്റണമെന്ന അവസ്ഥ നമ്മുടെ ഉള്ളിൽ അവർ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റങ്ങളും അവരെ സന്തോഷിപ്പിക്കാനോ സംതൃപ്തിപ്പെടുത്താനോ പോകുന്നില്ല. പങ്കാളിയെ കൂടുതൽ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മളിൽ തന്നെ മാറ്റം വരുത്തുകയും എന്നാൽ നമ്മുടെ പങ്കാളി ഒരിക്കലും സന്തോഷിക്കാത്ത രീതിയിൽ പോകുന്നതും കാണാറുണ്ട്. നിയന്ത്രിക്കുന്ന പങ്കാളി എപ്പോഴും പങ്കാളിയുടെ വികാരങ്ങളെ അവർക്ക് അനുകൂലമായി മാറ്റുകയും അനുദിനം ജീവിതത്തിൽ നമ്മുടെ ദിവസമുള്ള കാര്യങ്ങളിൽ പങ്കാളിയെ കുറ്റബോധത്തിന് ഉടമയാക്കി തീർക്കുകയും ചെയ്യാറുണ്ട്. എന്തു നല്ല കാര്യം ചെയ്താലും ഒരു ചെറിയ വീഴ്ച വന്നാൽ നമ്മളെ അസ്വസ്ഥരാക്കാൻ അവർ മിടുക്കന്മാർ ആയിരിക്കും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കായി അമിതമായി ദേഷ്യപ്പെടുകയും താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയും ഒരു കാര്യം തന്നെ അല്ലെങ്കിൽ ചെറിയ വഴക്കു തന്നെ പല ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുകയും പിന്നീട് ആ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് കൂടെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യും. നിയന്ത്രിത ജീവിത പങ്കാളികൾ ആരോഗ്യപരമായ അതിർത്തി സൂക്ഷിക്കുകയില്ല. പങ്കാളിയുടെ തികച്ചും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇടപെടുന്നതിൽ ഇക്കൂട്ടർ മിടുക്കു കാണിക്കാറുണ്ട്. മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളുമൊക്കെ രഹസ്യമായി പരിശോധിക്കുന്നതും അല്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കുന്നതും നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മളുടെ മെസ്സേജും കാര്യങ്ങളും വായിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇവരുടെ രീതികളാണ്. നിയന്ത്രിതമായ പങ്കാളിത്തം ഏത് സമയവും അപകടകരമായ ബന്ധത്തിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും അടയാളങ്ങൾ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നത് നല്ലതാണ്. ബന്ധങ്ങൾ എപ്പോഴും വ്യക്തിപരമായി സന്തോഷവും സംതൃപ്തിയും നൽകുന്നതായിരിക്കണം, കൂടാതെ വിലപ്പെട്ടതായിരിക്കണം. ബന്ധങ്ങളിൽ വഴക്കുകളും പരിഭവങ്ങളും ഉണ്ടാകാം.
എന്നിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കണം ജീവിതം മുന്നോട്ടു പോകാൻ. ആരോഗ്യപരമായ ബന്ധങ്ങളിൽ എല്ലാവരും ഉൾപ്പെടുന്നു. കുടുംബ ബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും ഇവയെല്ലാം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും മുന്നോട്ടു പോകുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. നിയന്ത്രിത ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. ബന്ധങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകണം, അല്ലാതെ വെറും വാക്കുകളിൽ മാത്രം ആകരുത്. പിണക്കങ്ങൾ വാക്കുകളിൽ ഉണ്ടായാലും ഒരിക്കലും ഹൃദയത്തിൽ ഉണ്ടാകരുത്. ബന്ധങ്ങൾ എപ്പോഴും കിളികളെ പോലെയാണ്. ഒരുപാട് മുറുകെ പിടിച്ചാൽ അവ ചത്തുപോകും. തീരെ അയച്ചു പിടിച്ചാൽ അവ പറന്നുപോകും. സൂക്ഷിച്ചു കൈകാര്യം ചെയ്താൽ അവ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. ഒരിക്കൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം മനുഷ്യനോളം വാശി മറ്റൊന്നിനുമില്ല. മനുഷ്യന് തണലും ഫലവും നൽകുന്ന വൃക്ഷങ്ങളാണ് ബന്ധങ്ങൾ. ജീവിതം വരണ്ട മരുഭൂമികളാകാതിരിക്കാൻ ബന്ധങ്ങളുടെ ചുവട്ടിൽ വെള്ളവും വളവും നൽകി കൊണ്ടേയിരിക്കുക. ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായി ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും പകർന്നു നൽകുക. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും അന്തസ്സോടെ മാറി നിൽക്കുക. എല്ലാത്തിലും ഉപരി നിറഞ്ഞ മനസ്സോടെ പൊറുക്കാൻ പഠിക്കുക. ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഒരു നാളും മറക്കാതിരിക്കുക. ജീവിതം ആസ്വദിക്കുക.